ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷാർലറ്റ്സ് വെബിൻ്റെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ ഏതാനും ഭാഗങ്ങൾ നമ്മളൊരു വീഡിയോയിൽ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടി. പിന്നെ കൂടുതലായിട്ട് ഇനിയും ഇതുപോലെയുള്ള ചാപ്റ്ററുകൾ ചെയ്യണം എന്നും പലരും ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ഷാർലറ്റ്സ് വെബ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അത് നിർത്താം എന്ന് തോന്നി. പിന്നെ ഒരാൾ ഹാരി പോട്ടർ ഇതുപോലെ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കട്ടെ, ഹാരി പോട്ടറൊക്കെ വലിയ ചാപ്റ്ററാണ്, ഒരു പക്ഷേ ചെയ്തേക്കാം. എനിവേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്ത് തന്നെയായാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പരിചയമാവുകയും ചെയ്യും ആ ഒരു മെത്തേഡും അത് എങ്ങനെയാണ് അതിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ അർത്ഥമൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എങ്ങനെയൊക്കെ നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇതിന് കൃത്യമായ ഒരുപാട് നിർദ്ദേശങ്ങളൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വായിച്ച് മനസ്സിലാക്കി ഒരുപാട് തവണ നമ്മൾ നിരന്തരമായ ശ്രമമാണിത് യഥാർത്ഥത്തിൽ നമ്മളെ ഇതിൽ കേപ്പബിൾ ആക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. ഇംഗ്ലീഷൊന്നും ചെറുത്തൊന്നും വായിക്കുന്നത് തിരിയുക പോലും ഇല്ലായിരുന്നു, എന്നിട്ടും ഞാനത് വായിക്കുമായിരുന്നു. ഷെർലക് ഹോംസിൻ്റെ സമ്പൂർണ്ണ കൃതികളൊക്കെ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിരുന്ന വലിയ കട്ടിയുള്ളൊരു പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഷെർലക് ഹോംസൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ളൊരു ഇംഗ്ലീഷാണ്. എന്നാൽ പോലും ചെറുപ്പത്തിൽ അതൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വായിക്കുമായിരുന്നു. പലതും മനസ്സിലായിട്ടും ഇല്ലായിരുന്നു, എന്നിട്ടും ഞാൻ വായിക്കുമായിരുന്നു എന്നതുപോലെ. പക്ഷെ അതൊക്കെയാണ് ഇന്ന് നമ്മുടെ വലിയൊരു ബാക്കപ്പായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് സാഹിത്യ ലോകം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്, നിങ്ങൾക്കറിയാം. ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. നമ്മളതൊക്കെ പരിഭാഷയാണ് വായിക്കാറുള്ളത്. പരിഭാഷയിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ മൂലകൃതിയുടെ ക്വാളിറ്റി ഒരിക്കലും പരിഭാഷയ്ക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുന്നത് ഭയങ്കര രസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് ഇങ്ങനെ നടന്നെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ എന്ത് തന്നെയായാലും നമുക്ക് നമ്മുടെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇവിടെയായിരുന്നു. All right, he said, you go back to the house and I will bring the run when I come in. I'll let you start it on a board like a baby, then you'll see what a trouble pig can be. അപ്പോൾ നമ്മൾ കുട്ടിക്ക് അഥവാ ഫേണിന് മിസ്റ്റർ ആരബിൾ ഒരു ചെറിയ പന്നിക്കുട്ടിയെ കൊടുത്തു, അവൾക്ക് അവളുടേതായിട്ട് കൊടുത്തു. ഇനി ബാക്കി നമുക്ക് നോക്കാം. When Mr. Arable returned to the house half an hour later, he carried a carton under his arm. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് മിസ്റ്റർ ആരബിൾ നീ വീട്ടിലേക്ക് ചെല്ല്, ഞാൻ അങ്ങോട്ട് വരാം, ഓക്കെ എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം. വെൻ എപ്പോൾ, അല്ലെങ്കിൽ അപ്പോൾ. വെൻ മിസ്റ്റർ ആരബിൾ returned to the house. അപ്പോൾ returned to the house. മിസ്റ്റർ ആരബിൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ തിരിച്ചു വന്നപ്പോൾ. ഹാഫ് ആൻ അവർ ലേറ്റർ, അരമണിക്കൂറിന് ശേഷം. ഓക്കെ. ഹി ക്യാരിഡ് എ കാർട്ടൺ അണ്ടർ ഹിസ് ആം. അദ്ദേഹം ക്യാരിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാർട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാർട്ടൂൺ എന്നൊക്കെ പറയാറുണ്ട് ചില ആളുകൾ. കാർട്ടൺ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. കാർട്ടൺ എന്ന് പറഞ്ഞാൽ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പെട്ടി. ഓക്കെ, നമ്മളെ മരുന്നുകളൊക്കെ പൊതിയുന്ന പോലെ വലിയൊരു പെട്ടി ഉണ്ടല്ലോ, നല്ല ചട്ടപ്പെട്ടി എന്നൊക്കെ ചില ആളുകൾ പറയും. ഹി ക്യാരിഡ് എ കാർട്ടൺ അണ്ടർ ഹിസ് ആം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കാർട്ടൺ ഉണ്ടായിരുന്നു, ഒരു ചട്ടപ്പെട്ടി അല്ലെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി ഉണ്ടായിരുന്നു. Fern was upstairs changing her sneakers. Fern was upstairs. Fern നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. Fern was upstairs. Fern ആയിരുന്നു upstairs, മുകളിലായിരുന്നു. ഓക്കെ, വീടിൻ്റെ മുകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാം നിലയിലായിരുന്നു. ചേഞ്ചിങ് ഹെർ സ്നീക്കേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവളുടെ സ്നീക്കറൊക്കെ നനഞ്ഞ് കുതിർന്നിരുന്നു, ഷൂ ഒക്കെ നനഞ്ഞ് കുതിർന്നിരുന്നു. അപ്പോൾ അവളത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് പറഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഷൂ ചേഞ്ച് ചെയ്യുക, മാറ്റുകയായിരുന്നു. The kitchen table was set for breakfast. Kitchen table അടുക്കളയിലുള്ള മേശ. Was set for breakfast. ബ്രേക്ക്ഫാസ്റ്റിന് ഒരുങ്ങിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. And the room smelled of coffee, bacon, damp plaster and wood smoke from the stove. Simple sentence ആണ്. And the room smelled. ആ റൂമിൽ ഒരു വാസന ഉണ്ടായിരുന്നു, അടുക്കളയുടെ ഗന്ധം, അടുക്കളയുടെ ഉണ്ടാവുന്ന ഒരു വാസന, മണം. ഓഫ് കോഫി, എന്തിൻ്റെ വാസനയാണ്? ഓഫ് കോഫി, നല്ല കോഫിയുടെ സ്മെല്ലുണ്ട്. ബേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയിറച്ചി കൊണ്ട് ഉണ്ടാക്കുന്നൊരു ആഹാര വിഭവമാണ് ബേക്കൺ.
പന്നി ഇറച്ചി ഉപ്പിലിട്ട് ഉണക്കി എടുക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഉണക്കമീൻ എന്ന് പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഉണക്ക പന്നി ഇറച്ചി പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ബേക്കൺ എന്നാണ് അതിന് പറയാം. ഡാം പ്ലാസ്റ്റർ. ഡാം പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമരുമലൊക്കെ പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ചുമരൊക്കെ പ്ലാസ്റ്ററുകളാൽ നിർമ്മിതമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചുമരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല, ചുണ്ണാമ്പ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ പല അർത്ഥങ്ങളുണ്ട് പ്ലാസ്റ്ററിന്. അത് കീറിയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ടാവും നനഞ്ഞിട്ടൊക്കെ. അതാണ് ഡാം പ്ലാസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെൽ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ആൻഡ് വുഡ് സ്മോക്ക് ഫ്രം ദി സ്റ്റവ്. നെരിപ്പോടിൽ നിന്നുള്ള ആൻഡ് വുഡ് സ്മോക്ക്, മരത്തിൻ്റെ പുക എന്ന് പറഞ്ഞാൽ നെരിപ്പോടിൽ വിറകിട്ട് കത്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം മറ്റു രാജ്യങ്ങളിൽ നെരിപ്പോടുകളുണ്ടാവും, റൂമിനുള്ളിലൊക്കെ ചെറിയൊരു തീ കത്തിക്കുന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുകയും അവിടെ അകത്തുണ്ട്. അതിൻ്റെയൊക്കെ പാടെ ഒരു സ്മെല്ല് ആ റൂമിൽ ഒന്നായിട്ടുണ്ടായിരുന്നു. സ്റ്റൗ എന്നുള്ളതിന് അടുപ്പ് എന്നും അർത്ഥം പറയാം, നെരിപ്പോട് എന്നൊക്കെ അർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട്. പുട്ട് ഇറ്റ് ഓൺ ഹെർ ചെയർ. അവളുടെ പുട്ട് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ വെക്കൂ. ഓൺ ഹെർ ചെയർ, അവളുടെ കസേരയിൽ അത് വെക്കൂ. സെഡ് മിസ്സിസ് ആരബിൾ. മിസ്സിസ് ആരബിൾ പറഞ്ഞു. ആരോട്? മിസ്റ്റർ ആരബിളിനോട്. മിസ്റ്റർ ആരബിൾ സെറ്റ് ദ കാർഡൻ ഡൗൺ അറ്റ് ഫേൺസ് പ്ലേസ്. മിസ്റ്റർ ആരബിൾ സെറ്റ് ദ കാർഡൻ ഡൗൺ. അപ്പോൾ മിസ്റ്റർ ആരബിൾ കാർട്ടൻ അവിടെ വെച്ചു, ആ പെട്ടി അവിടെ വെച്ചു. ഓക്കെ, അറ്റ് ഫേൺസ് പ്ലേസ്, ഫേണിൻ്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഫേണിൻ്റെ കസേരയിൽ വെച്ചു. ദെൻ ഹി വാക്ക് ടു ദ സിങ്ക്. ദെൻ ഹി വാക്ക് ടു ദ സിങ്ക്. എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം സിങ്കിനടുത്തേക്ക് പോയി കൈ കഴുകാൻ. ആൻഡ് വാഷ്ഡ് ഹിസ് ഹാൻഡ്സ്. അദ്ദേഹത്തിൻ്റെ കൈകൾ അദ്ദേഹം കഴുകി. ആൻഡ് ഡ്രൈഡ് ദം ഓൺ ദ റോളർ ടവൽ. ഓക്കെ, റോളർ ടവൽ വെച്ചത് ഡ്രൈ ആക്കി എന്ന് പറഞ്ഞാൽ തൂർത്തി. ഈ റോളർ ടവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഷ് ബേസിനടുത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു ഹാങ്ങറിൽ നമ്മൾ ടർക്കി തൂക്കിയിടും അല്ലേ, എന്തെങ്കിലും തോർത്തുമുണ്ടൊക്കെ തൂക്കിയിടും. അത് റോളർ ടവൽ എന്ന് പറയുമ്പോൾ അതിങ്ങനെ അതിനൊരു ഒരു എന്താ പറയുക, ഒരു ലൂപ്പ് പോലെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പുതിയ ഒരുപാട് മെഷീൻസ് ഒക്കെ ഉണ്ട് റോളർ ടവൽ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എന്താണ് റോളർ ടവൽ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ നേരെ തോർത്തുമുണ്ട് വെക്കാറാണ്, പക്ഷേ റോളർ ടവൽ എന്ന് പറഞ്ഞിട്ട് അതിനായിട്ടൊരു യന്ത്രമുണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതിൻ്റെ ടവൽ, നമ്മളിങ്ങനെ വലിക്കുന്നതിനനുസരിച്ച്. ഓക്കെ, റോളർ ടവൽ. ഫേൺ കെയിം സ്ലോലി ഡൗൺ ദി സ്റ്റെയർസ്. ഫേൺ കെയിം സ്ലോലി. ഫേൺ മെല്ലെ വന്നു ഡൗൺ ദി സ്റ്റെയർസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണി ഇറങ്ങി താഴേക്ക് വന്നു. ഹെർ ഐസ്. അവളുടെ കണ്ണുകൾ ഹെർ ഐസ് were red. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. were red from crying എന്ന് പറഞ്ഞാൽ കരഞ്ഞതുകൊണ്ട്. അപ്പോൾ നേരത്തെ അച്ഛനോട് പുറത്തു പോയി കുറേ കരഞ്ഞ് പറഞ്ഞ് അനീതിക്കെതിരെ പോരാടിയ ആളാണ്. അപ്പോൾ ആ കരച്ചിൽ കാരണം അവളുടെ കണ്ണൊക്കെ ചുവന്നിരുന്നു. ഓക്കെ, ഫ്രം ക്രൈങ് എന്ന് പറഞ്ഞാൽ കരച്ചിലിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കരഞ്ഞതിൽ നിന്ന് കാരണം. As she approached her chair. അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപിക്കുക. അപ്പോൾ അവളുടെ അവളുടെ കസേരയുടെ അടുത്തേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ സമീപിച്ചപ്പോൾ ആ സമയത്ത് ദ കാർഡൻ വോബിൾഡ്. ആ കാർഡൻ ഉണ്ടല്ലോ, പെട്ടി, അതിങ്ങനെ വോബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പദം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചാഞ്ചാടുക, കുലുങ്ങുക. ഓക്കെ, ആ പെട്ടി ഇങ്ങനെ ഇളകി. ഓക്കെ, ആൻഡ് ദർ വാസ് എ സ്ക്രാച്ചിങ് നോയ്സ്. എന്നിട്ട് അതിനുള്ളിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു. ദർ വാസ് എ സ്ക്രാച്ചിങ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് ആൻഡ് വിൻ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഉരസുന്ന ശബ്ദം. ഓക്കെ, പെട്ടിയുടെ ഉള്ളിൽ നിന്ന്. ഫേൺ ലുക്ക്ഡ് അറ്റ് ഹെർ ഫാദർ. ഫേണ് അച്ഛനെ നോക്കി. ഓക്കെ, ഫേൺ ലുക്ക്ഡ് അറ്റ് ഹെർ ഫാദർ. അച്ഛനെ നോക്കി എന്താ ഇപ്പോൾ സംഭവിച്ചത്. ദെൻ ഷീ ലിഫ്റ്റഡ് ദ ലിഡ് ഓഫ് ദ കാർഡൻ. ദെൻ ഷീ ലിഫ്റ്റഡ്. അപ്പോൾ എന്നിട്ട് അതിനുശേഷം അവൾ ലിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഉയർത്തി. ദ ലിഡ് ഓഫ് ദ കാർഡൻ. കാർഡൻ്റെ മൂടി, ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി, ഉയർത്തി. ഓക്കെ, ദേർ. അപ്പോൾ അതാ അവിടെ ഇൻസൈഡ്, അതിനകത്ത്, ലുക്കിംഗ് അപ്പ് അറ്റ് ഹെർ, അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? വാസ് ദ ന്യൂ ബോൺ പിഗ്. ഓക്കെ, അതിനുള്ളിൽ നമ്മുടെ പുതുതായിട്ട് ജനിച്ച പന്നിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വാസ് ദ ന്യൂ ബോൺ പിഗ്, ഈ സെൻറ്റൻസ് സിമ്പിളാണ്, എങ്ങനെ നോക്കിയാൽ മതി. ദേർ വാസ് ദ ന്യൂ ബോൺ പിഗ്. അതിനുള്ളിൽ നമ്മുടെ ന്യൂ ബോൺ പിഗ് ഉണ്ടായിരുന്നു. ആ പിഗിൻ്റെ സ്വഭാവവും സവിശേഷതയൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഇൻസൈഡ്, അതിനകത്ത്, ലുക്കിംഗ് അപ്പ് അറ്റ് ഹെർ, അവളെ നോക്കിക്കൊണ്ട്, വാസ് എ ന്യൂ ബോൺ പിഗ്. അങ്ങനെയൊക്കെയാണ് സെൻറ്റൻസിൻ്റെ ഫോം. ഇറ്റ് വാസ് എ വൈറ്റ് വൺ. അത് നല്ല വെളുത്ത ഒരു പന്നിക്കുട്ടിയായിരുന്നു. ദ മോർണിംഗ് ലൈറ്റ് ഷോൺ ത്രൂ ഇറ്റ്സ് ഇയേഴ്സ് ടേണിംഗ് ദം പിങ്ക്. അപ്പോൾ ദ മോർണിംഗ് ലൈറ്റ്, രാവിലത്തെ വെളിച്ചം. ഓക്കെ, പ്രഭാത വെളിച്ചം. ഷോൺ എന്ന് പറഞ്ഞാൽ തിളങ്ങി. ത്രൂ ഇറ്റ്സ് ഇയേഴ്സ്, ചെവികൾക്കുള്ളിലൂടെ
അപ്പോൾ ചെവികൾക്കുള്ളിലൂടെ എങ്ങനെ പ്രകാശം വരും നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ചെവിയുടെ ബാക്കിലൊക്കെ ടോർച്ചൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചെവി ഇങ്ങനെ ചുവന്ന കളറിലിരിക്കും അല്ലേ. അതാണ് പറയുന്നത് ടേണിങ് ദം പിങ്ക്. അപ്പോൾ ആ ചെവി പിങ്ക് കളറായിട്ട് മാറി. ഓക്കെ, പന്നിക്കുട്ടിയുടെ വെളുത്ത ചെവിയുടെ ഉള്ളിലൂടെ രാവിലത്തെ വെളിച്ചം ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചെവി ചുവന്ന കളറായിട്ട് പിങ്ക് കളറായിട്ട്, ഓക്കെ ചുവപ്പല്ല പിങ്ക് കളറായിട്ട് ഇങ്ങനെ മാറി. ഓക്കെ, ഹീസ് യുവേഴ്സ്, ഹീസ് യുവേഴ്സ്, ഇത് അവൻ നിൻ്റെതാണ്. സെഡ് മിസ്റ്റർ ആരബിൾ, ആരബിൾ പറഞ്ഞു. ആ പന്നിക്കുട്ടി നിൻ്റെതാണ്, നല്ലോണം നോക്കിക്കോ. സേവ്ഡ് ഫ്രോം ആൻ അൺടൈംലി ഡെത്ത്, സേവ്ഡ് ഫ്രോം ആൻ അൺടൈംലി ഡെത്ത്, അസമയത്തുള്ള ഒരു മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. സേവ്ഡ് രക്ഷിച്ചു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു. സേവ്ഡ് ഫ്രോം ആൻ അൺടൈംലി ഡെത്ത്, നേരത്തെ തന്നെ ചത്തുപോകുന്നതിൽ നിന്ന് മരിച്ചു പോകുന്നതിൽ നിന്ന് നീ കാരണം രക്ഷപ്പെട്ട ആളാണ്, അത് നിൻ്റെതാണ്. ആൻഡ് മേ ദ ഗുഡ് ലോഡ് ഫോർഗീവ് മീ ഫോർ ദിസ് ഫൂളിഷ്നെസ്, മേ ദ ഗുഡ് ലോഡ് ഫോർഗീവ് മീ ഫോർ ദിസ് ഫൂളിഷ്നെസ്. മേ ദ ഗുഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മേ ഒക്കെ പഠിച്ചതാണ്. നല്ലവനായ ദൈവം എന്നോട് പൊറുക്കട്ടെ. മേ ദ ഗുഡ് ലോഡ് ഫോർഗീവ് മീ, എനിക്ക് പുറത്തു തരട്ടെ ഫോർ ദിസ് ഫൂളിഷ്നെസ്, ഈ വിഡ്ഢിത്തത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇനി ഇങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ടിച്ച് കൊല്ലുന്ന അവസ്ഥയാണ്. വളരെ ചെറുതാണ്, അതിനി ബുദ്ധിമുട്ടി ആകെ എന്താ പറയുക വളരെയധികം പ്രയാസപ്പെട്ടത് മരിക്കേണ്ടി വരും എന്നാണ് മൂപ്പർ മനസ്സിലാക്കുന്നത്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കാരണക്കാരനായി ഞാൻ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വിഡ്ഢിത്താണ് കാണിക്കുന്നത്, അത് എനിക്ക് പുറത്ത് തരട്ടെ എന്ന് അയാൾ അതിൻ്റെ കൂടെ പറഞ്ഞാണ്. ഓക്കെ, ഫേൺ couldn't take her eyes off the tiny pig. ഫേൺ couldn't take her eyes off the tiny pig. അപ്പോൾ ഫേൺ couldn't take കഴിഞ്ഞില്ല, എടുക്കാൻ കഴിഞ്ഞില്ല, her eyes അവളുടെ കണ്ണുകൾ, ഓഫ് ദ ടൈനി പിഗ് ആ ചെറിയ പന്നിയുടെ മേൽ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, അവൾക്ക് അതിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം, അതാണ് പറയുന്നത്. അപ്പോൾ ഫേൺ couldn't take her eyes off, eyes off എന്നുള്ളതൊരു ഫ്രേസാണ്. അപ്പോൾ couldn't take her eyes off, അവളുടെ കണ്ണുകൾ അവർക്ക് പിൻവലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എടുക്കാൻ കഴിഞ്ഞില്ല, ഓഫ് ദ ടൈനി പിഗ് അവൾ പന്നിയുടെ പുറത്തുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കൗതുകത്തോടു കൂടി. ഓ ഷീ വിസ്പേർഡ്, അവളിങ്ങനെ വളരെ മെല്ലെ പറയണം, ഓ ലുക്ക് അറ്റ് ഹിം, നോക്കി അതിനെ നോക്ക്, ഹിസ് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്, ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്, എന്തൊരു ചന്ത അല്ലെങ്കിൽ എന്ത് ഭംഗി, ഒരാൾ അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആണ് പറഞ്ഞാൽ അയാൾ ഓക്കെയാണ് എന്നാണ് പറയുന്നത്. ഷീ ക്ലോസ് ദ കാർട്ടൺ കെയർഫുള്ളി, എന്നിട്ട് അവൾ മെല്ലെ കാർട്ടൺ ക്ലോസ് ചെയ്തു. ഫസ്റ്റ് ഷീ കിസ്ഡ് ഹർ ഫാദർ, അവൾ ആദ്യം അവളുടെ അച്ഛനൊരു ഉമ്മ കൊടുത്തു, ചുംബിച്ചു. ദെൻ ഷീ കിസ്ഡ് ഹർ മദർ, പിന്നെ അവൾ അമ്മക്കൊരു ചുംബനം കൊടുത്തു. ദെൻ ഷീ ഓപ്പൺഡ് ദ ലിഡ് അഗെയിൻ, അതിനുശേഷം അവൾ വീണ്ടും തുറന്നു. ഷീ ഓപ്പൺഡ്, അവൾ തുറന്നു. ദ ലിഡ് അഗെയിൻ, ആ മൂടി വീണ്ടും തുറന്നു. ലിഫ്റ്റഡ് ദ പിഗ് ഔട്ട്, ലിഫ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെടുത്തു, പൊക്കിയെടുത്തു. ലിഫ്റ്റഡ് ദ പിഗ് ഔട്ട്, അപ്പോൾ പന്നിയെ പുറത്തേക്കെടുത്തു. ആൻഡ് ഹെൽഡ് ഇറ്റ് അഗെയിൻസ്റ്റ് ഹെർ ചീക്ക്, ഹെൽഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു, അതിനെ പിടിച്ചു. അഗെയിൻസ്റ്റ് ഹെർ ചീക്ക്, അവളുടെ കവിളിന് നേരെ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, അതാണ് പറയുന്നത്. അറ്റ് ദിസ് മൊമെൻറ്റ്, ആ സമയത്ത്, ദിസ് മൊമെൻറ്റ് ഇതൊക്കെ നടക്കുന്ന സമയത്ത്, ഹെർ ബ്രദർ ഏവറി കെയിം ഇൻ ടു ദ റൂം, ഹെർ ബ്രദർ അവളുടെ ബ്രദർ ഏവറി, അവൻ്റെ പേര് ഏവറി എന്നായിരുന്നു, കെയിം ഇൻ ടു ദ റൂം, ആ റൂമിലേക്ക് വന്നു. ഓക്കെ, ഏവറി വാസ് 10, ഏവറിയുടെ വയസ്സ് എത്രയായിരുന്നു? 10 വയസ്സായിരുന്നു. ഹി വാസ് ഹെവിലി ആംഡ്, അവന് വളരെ ഭയങ്കരമായിട്ട് ആംഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ സായുധ സജ്ജനായിരുന്നു, അവൻ്റെ അടുത്ത് ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആയുധമേന്തി നിൽക്കുന്ന അവസ്ഥയാണ് ആംഡ്. നിങ്ങൾ സിനിമയൊക്കെ കണ്ട ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഹി വാസ് ഹെവിലി ആംഡ്, അവന് നന്നായിട്ട് ആയുധ സജ്ജനായിരുന്നു, ഹെവിലി ആയിരുന്നു. എന്തൊക്കെയായിരുന്നു അവൻ്റെ അടുത്തുണ്ടായിരുന്നു നോക്കാം. ആൻഡ് എയർ റൈഫിൾ, ഒരു എയർ റൈഫിൾ ഉണ്ടായിരുന്നു, വലിയ തോക്കുണ്ടായിരുന്നു. ഇൻ ഓൺ ഹാൻഡ്, ഒരു കയ്യിൽ. എ വുഡൻ ഡാഗർ ഇൻ ദ അതർ, വുഡൻ ഡാഗർ, മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാഗർ, ഡാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠാര, ഓക്കെ വലിയ കത്തി. ഇൻ ദ അതർ, മറ്റേ കയ്യിൽ ഒരു മരം കൊണ്ടുണ്ടാക്കി കഠാരയും, മറ്റൊരു കയ്യിൽ ഒരു എയർ റൈഫിളും വെച്ചിട്ട് ഭയങ്കര ആംഡായിട്ട് സായുധ സജ്ജനായിട്ട് വരികയാണ്, കളിച്ച് വരികയാണ്, അതാണ് പറയുന്നത്. വാട്ട്സ് ദാറ്റ്, അതെന്താ? ഹി ഡിമാൻഡഡ്, അവന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. ഡിമാൻഡ് പറഞ്ഞാൽ ആവശ്യപ്പെടുക, കൽപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വാട്ട്സ് ദാറ്റ്, അതെന്താ, എനിക്കും കാണണം. ഓക്കെ, ഹി ഡിമാൻഡഡ്. വാട്ട്സ് ഫേൺ ഗോഡ്, ഫേണിൻ്റെ കയ്യിൽ എന്താ? വാട്ട്സ് ഫേൺ ഗോഡ് എന്ന് പറഞ്ഞാൽ ഫേണിൻ്റെ കയ്യിൽ എന്താ, ഫേണിന് എന്താ കിട്ടിയിട്ടുള്ളത്, ഫേണിൻ്റെ അടുത്ത് എന്താണുള്ളത്? ഷീസ് ഗാട്ട് എ ഗസ്റ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഷീസ് ഗാട്ട് എ ഗസ്റ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അവളുടെ കൂടെ ഒരു അതിഥിയുണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട്. ഓക്കെ, ഗസ്റ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. സർ മിസ്സിസ് ആരബിൾ പറഞ്ഞു, വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് ആവറി. ആവറിനോട് പറയാണ് എന്ത്, അവന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്, അവനോടാണ് പറയുന്നത്
ആദ്യം പോയിട്ട് കൈ കഴുകുക, വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ്, എന്നിട്ട് മുഖം കഴുകുക, ആവറി എന്ന് പറയും. ലെറ്റ്സ് സീ ഇറ്റ്. അപ്പോൾ ആവറി അതിനുള്ള ഒരുക്കത്തില് ലെറ്റ്സ് സീ ഇറ്റ്, നമുക്കത് നോക്കാം. ഓക്കെ, സെഡ് ആവറി. ആവറി പറഞ്ഞു സെറ്റിംഗ് ഹിസ് ഗൺ ഡൗൺ, അവൻ്റെ ഗണ്ണൊക്കെ എടുത്ത് താഴെ വെച്ചവന്. യു കോൾ ദാറ്റ് മിസറബിൾ തിങ് എ പിഗ്? ഈ ചെറിയൊരു സാധനം മിസറബിൾ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോചനീയമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ചെറിയ ദുർബലമായിട്ടുള്ള സാധനം, അതൊക്കെയാണ് മിസറബിൾ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ചെറിയ സാധനത്തിനെയാണോ നിങ്ങൾ വിളിക്കുന്നത് മിസറബിൾ തിങ് എ പിഗ്? ഒരു പന്നി, അതിനെ പന്നിക്കുട്ടി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ നമ്മുടെ ഒരു ലാംഗ്വേജിൽ. അതിനൊക്കെ ഒരു പന്നിക്കുട്ടി എന്ന് പറയാൻ പറ്റുമോ? That's a fine specimen of a pig. It's no bigger than a white rat. അത് എ ഫൈൻ സ്പെസിമെൻ. സ്പെസിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃക, രൂപം എന്നൊക്കെ പറയാം, ഒരു സാമ്പിൾ. ദാറ്റ്സ് എ ഫൈൻ സ്പെസിമെൻ ഓഫ് എ പിഗ്. ഒരു പിഗിൻ്റെ ചെറിയൊരു സാമ്പിളാണത്. ഇറ്റ്സ് നോ ബിഗർ ദാൻ എ വൈറ്റ് റാറ്റ്. ഒരു വെളുത്ത എലി, വെള്ള എലിയേക്കാളും അതിന് വലിപ്പം പോലില്ല, വളരെ ചെറിയൊരു സാധനമാണല്ലോ അത് എന്ന് അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ വീണ്ടും വാഷപ്പ് ആൻഡ് ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ആവറി. പോയി വാഷപ്പ് ചെയ്യുക, വൃത്തിയാവുക, ആൻഡ് ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കുക ആവറി. സെഡ് ഹിസ് മദർ, അവൻ്റെ അമ്മ പറഞ്ഞു. ദ സ്കൂൾ ബസ് വിൽ ബി അലോങ് ഇൻ ഹാഫ് ആൻ അവർ. നിൻ്റെ സ്കൂൾ ബസ് ഇപ്പോൾ വരും. ദ സ്കൂൾ ബസ് വിൽ ബി അലോങ് ഇൻ ഹാഫ് ആൻ അവർ. അരമണിക്കൂറിനുള്ളിൽ സ്കൂൾ ബസ് വരും. അപ്പോഴേക്കും വാഷപ്പും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവൻ ചോദിക്കണം, കെൻ ഐ ഹാവ് എ പിഗ് ടു പോപ്പ് ആസ്ക്ഡ് ആവറി. അവർ ചോദിച്ചു, കെൻ ഐ ഹാവ് എ പിഗ് ടു, എനിക്കും ഒരു പന്നിക്കുട്ടിയെ കിട്ടുമോ പാപ്പ എന്ന് ചോദിച്ചു. ഓക്കെ, കെൻ ഐ ഹാവ് എ പിഗ് ടു? നോ, ഐ ഓൺലി ഡിസ്ട്രിബ്യൂട്ട് പിഗ്സ് ടു ഏർലി റൈസേഴ്സ് സെഡ് മിസ്റ്റർ ആരബിൾ. അപ്പോൾ ആരബിൾ പറഞ്ഞു, എന്ത്? നോ, ഇല്ല, നിനക്ക് തരൂല. ഓക്കെ, ഐ ഓൺലി ഡിസ്ട്രിബ്യൂട്ട് പിഗ്സ് ടു ഏർലി റൈസേഴ്സ്. ഞാൻ അവർക്ക് മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ, എനിക്ക് കൊടുക്കുകയുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയുള്ളൂ. പിഗ്സ് എന്തിനാ? പന്നിക്കുട്ടികളെ. ആർക്ക്? ടു ഏർലി റൈസേഴ്സ്. റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നവൻ. ഏർലി റൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾ. നിനക്ക് പന്നിക്കുട്ടിയൊന്നും തരില്ല, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് മാത്രമേ പന്നിക്കുട്ടിയെ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഫേൺ വാസ് അപ്പ് അറ്റ് ഡേലൈറ്റ് ട്രൈങ് ടു റിഡ് ദ വേൾഡ് ഓഫ് ഇൻജസ്റ്റിസ്. അപ്പോൾ ഫേണിനെ കുറിച്ച് ആരബിൾ പറയുകയാണ്, മിസ്റ്റർ ആരബിൾ പറയുകയാണ്. ഫേൺ വാസ് അപ്പ് അറ്റ് ഡേലൈറ്റ്. ഡേലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ വെളിച്ചം, സൂര്യ വെളിച്ചം എന്നൊക്കെ പറയും. അപ്പോൾ പകൽ വെളിച്ചം ഉണ്ടായപ്പോൾ തന്നെ, അല്ലെങ്കിൽ രാവിലെ തന്നെ. ഫേൺ വാസ് അപ്പ്, അവൾ പുറത്തുണ്ടായിരുന്നു. ഡേലൈറ്റ് പുറത്തുണ്ടായിരുന്നു. ട്രൈങ് ടു റീഡ് ദ വേൾഡ് ഓഫ് ഇൻജസ്റ്റിസ്. ഓക്കെ, ട്രൈങ് ടു റീഡ് ദ വേൾഡ് ഓഫ് ഇൻജസ്റ്റിസ്. റീഡ് ദ വേൾഡ് ഓഫ് ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, റീഡ് ദ വേൾഡ് ഓഫ് ഇൻജസ്റ്റിസ്. ഈ ലോകത്തെ അനീതിയിൽ നിന്ന് മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ ലോകത്തുള്ള അനീതിയിൽ നിന്ന് മോചിപ്പിക്കാനൊക്കെ ഫേണ് പുറത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ, പകൽ വെളിച്ചത്തിൽ രാവിലെ തന്നെ ഫേണ് പുറത്ത് വന്നിട്ട് അനീതിക്കെതിരെ പോരാടി എന്നാണ് പറയുന്നത്. രാവിലെ തന്നെ അവൾ അനീതിക്കെതിരെ ശബ്ദിച്ചിരുന്നു. ആസ് എ റിസൾട്ട്, അത് കാരണമായി ഷീ നൗ ഹാസ് എ പിഗ്. അവൾക്കിപ്പോൾ ഒരു പന്നിക്കുട്ടിയുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തുപോയി അതിഭീകരമായ സമരമുഖത്ത് ഏർപ്പെട്ടുകൊണ്ട് അവളൊരു പന്നിയെ സ്വന്തമാക്കിയിരിക്കുന്നു. എ സ്മോൾ വൺ, ചെറുതാണ്, ടു ബി ഷുവർ, സംഭവം ശരിയാണ്, ചെറുതാണ്. ബട്ട് നെവർദലെസ് എ പിഗ്, എന്നാലും അതൊരു പന്നിക്കുട്ടിയാണ്. ഓക്കെ, ടു ബി ഷുവർ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ചെറിയൊരു കോൺട്രാസ്റ്റിനെ അടയാളപ്പെടുത്താനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണ്, നമ്മൾ ഒരു പുസ്തകം, ഈ പുസ്തകം രചയിതാവിൻ്റെ ബെസ്റ്റ് പുസ്തകമൊന്നുമല്ല, ടു ബി ഷുവർ, ബെസ്റ്റ് പുസ്തകമൊന്നുമല്ല, ടു ബി ഷുവർ, എന്നാലും അത് വായിക്കാൻ എന്താ പറയാം, കൊള്ളാവുന്ന ഒരു പുസ്തകമാണ്, വർത്ത് റീഡിങ് എന്ന് പറയാം. അങ്ങനെ ഒരു അർത്ഥമുണ്ട്, വേറെ അർത്ഥമുണ്ട്, കുറച്ചും കൂടി എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു രൂപം ടു ബി ഷുവറിനുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, സംഭവം ഒരു ചെറിയ സാധനമാണ്, പക്ഷെ എന്തായാലും ഒരു പന്നിക്കുട്ടിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ജസ്റ്റ് ഷോസ് വാട്ട് ക്യാൻ ഹാപ്പൻ ഇഫ് എ പേഴ്സൺ ഗെറ്റ്സ് ഔട്ട് ഓഫ് ബെഡ് പ്രോംപ്റ്റ്ലി. ഇറ്റ് ജസ്റ്റ് ഷോസ്, അത് എന്താണ് കാണിക്കുന്നത്, അതിൽ നിന്ന് അല്ലെങ്കിൽ നീ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. വാട്ട് ക്യാൻ ഹാപ്പൻ, എന്ത് സംഭവിക്കുമെന്ന്, ഇഫ് എ പേഴ്സൺ ഗെറ്റ്സ് ഔട്ട് ഓഫ് ബെഡ് പ്രോംപ്റ്റ്ലി. ഓക്കെ, ഒരാൾ മര്യാദക്ക് ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ ബെഡ്, രാവിലെ തന്നെ നേരത്തെ, അതായത് നേരാൻ വണ്ണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകും, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് നീ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതാണത് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫേൺ നേരത്തെ എഴുന്നേറ്റു, അവൾ വന്നിട്ട് പുറത്ത് വന്ന് കച്ചറ കൂടിയതുകൊണ്ട് അവൾക്കൊരു പന്നിക്കുട്ടിയുണ്ട്. നീ നേരം വൈകി ഇങ്ങനെ
തോക്കും കത്തിയൊക്കെ പിടിച്ച് വന്നു, എനിക്കൊന്നും കിട്ടൂല എന്നാണ്. നമ്മളൊരു പഴമൊഴി ഉണ്ടല്ലോ, നേരത്തെ എണീക്കുന്ന കുരുവിക്കോ കിളിക്ക് പുഴുക്കളെ കിട്ടും എന്ന് പറയുന്നത് പോലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവും എന്ന് അവനോട് പറഞ്ഞു. ലെറ്റ്സ് ഈറ്റ്, നമുക്കിനി ഭക്ഷണം കഴിക്കാം. പക്ഷേ ഫേൺ കുഡന്റ് ഈറ്റ്, ഫേണിനൊന്നും ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല, തിന്നാൻ കഴിഞ്ഞില്ല. അൺടിൽ ഹെർ പിഗ് ഹാഡ് എ ഡ്രിങ്ക് ഓഫ് മിൽക്ക്, അൺടിൽ ഏതുവരെ, ഹെർ പിഗ് അവളുടെ പന്നിക്കുട്ടി, ഹാഡ് എ ഡ്രിങ്ക് ഓഫ് മിൽക്ക് അവളുടെ പന്നിക്കുട്ടി പാല് കുടിക്കുന്നത് വരെ ഫേണിനൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. അതായത് അവൾ അത്രയും അതിൻ്റെ എന്താ പറയുക ആ ഒരു കൗതുകത്തിലായിരുന്നു. അവൾക്ക് അതിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മതി, അപ്പോൾ ആദ്യം അവൾക്ക് കൊടുക്കുകയായിരുന്നു. അത് കൊടുത്തു കഴിയുന്നത് വരെ, അവൾക്ക് പാല് കുടിച്ച് കഴിയുന്നത് വരെ അവളൊന്നും ഭക്ഷിച്ചില്ല, അവൾക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത്രയും അതിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു. മിസ്സിസ് ആരബിൾ ഫൗണ്ട് എ ബേബീസ് നഴ്സിംഗ് ബോട്ടിൽ. മിസ്സിസ് ആരബിൾ ഒരു ബേബി കുട്ടിക്കുള്ള, ചെറിയ കുട്ടികൾക്കുള്ള ഒരു നഴ്സിംഗ് ബോട്ടിൽ എന്ത് ചെയ്തു, എവിടെ നിന്നോ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. ആൻഡ് റബ്ബർ നിപ്പിൾ, അതിനൊരു നിപ്പിൾ ഉണ്ടാവുമല്ലോ ബോട്ടിലിൻ്റെ മുകളിൽ, റബ്ബർ നിപ്പിളും. മിക്കവാറും അത് രണ്ട് സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. ഷീ poured warm milk into the bottle. അവൾ അഥവാ മിസ്സിസ് ആരബിൾ, അവളുടെ അമ്മ, poured warm milk, poured എന്ന് പറഞ്ഞാൽ ഒഴിച്ചു, warm milk കുറച്ച് ചൂടുള്ള പാല് into the bottle, ആ ബോട്ടിലേക്ക് ഒഴിച്ചു. ഫിറ്റഡ് ദ നിപ്പിൾ ഓവർ ദ ടോപ്പ്, അങ്ങനെ അതിന് മുകളിൽ അതിൻ്റെ നിപ്പിൾ ഫിറ്റ് ചെയ്തു. ഫിറ്റഡ് ദ നിപ്പിൾ ഓവർ ദ ടോപ്പ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ഫേൺ, എന്നിട്ട് അത് ഫേണിന് കൈമാറി. ഹാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു, കൈമാറി കൊടുത്തു. ഗിവ് ഹിം ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ഷീ സെഡ്. ഓക്കെ, അവന് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൂ എന്നവൾ പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിക്കുട്ടിക്ക് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൂ. ഗീവ് ഹിം ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. എ മിനിറ്റ് ലേറ്റർ, ഒരു മിനിറ്റിന് ശേഷം, ഫേൺ വാസ് സീറ്റഡ് ഓൺ ദ ഫ്ലോർ ഇൻ ദ കോർണർ ഓഫ് ദ കിച്ചൺ. അപ്പോൾ ഫേൺ വാസ് സീറ്റഡ്, ഫേൺ ഇരുന്നു, ഓൺ ദ ഫ്ലോർ തറയിൽ, ഇൻ ദ കോർണർ ഓഫ് ദ കിച്ചൺ കിച്ചൻ്റെ ഒരു മൂലയിൽ. ഓക്കെ, വിത്ത് ഹെർ ഇൻഫൻറ്റ്, അവളുടെ കുട്ടി, ഇൻഫൻറ്റ് എന്ന ശിശു, വിത്ത് ഹെർ ഇൻഫൻറ്റ് അവളുടെ കുട്ടിയുമായി, ബിറ്റ്വീൻ ഹെർ നീസ് അവളുടെ കാൽമുട്ടുകൾക്കിടയിൽ വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അവളുടെ കാൽമുട്ടിനിടയിൽ വെച്ചുകൊണ്ട് അവളുടെ പന്നിക്കുട്ടിയെ വെച്ച് അടുക്കളയുടെ ഒരു മൂലയിൽ പോയിരുന്നു. ഓക്കെ, ടീച്ചിങ്, എന്താണ് അവൾ ചെയ്യുന്നത്? ടീച്ചിങ്, അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചിങ് ഇറ്റ്, അതിനെ, ടു സക്ക് ഫ്രം ദ ബോട്ടിൽ, ബോട്ടിൽ നിന്ന് ഇങ്ങനെ ഊമ്പി കുടിക്കാൻ, വലിച്ചു കുടിക്കാൻ അവൾ പന്നിക്കുട്ടിയെ പഠിപ്പിക്കുകയാണ്. ദ പിഗ് ഓൾദോ ടൈനി, ആ പന്നിക്കുട്ടി വളരെ ചെറുതായിരുന്നെങ്കിലും, ഓൾദോ അങ്ങനെ ആയിരുന്നെങ്കിലും, ടൈനി വളരെ ചെറുതായിരുന്നെങ്കിലും, ഹാഡ് എ ഗുഡ് അപ്പറ്റൈറ്റ്, അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു. ഓക്കെ, ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ആസക്തി ഉണ്ടായിരുന്നു, അപ്പറ്റൈറ്റ്. ആൻഡ് കോട്ട് ഓൺ ക്വിക്ക്ലി. ഓക്കെ, കോട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാച്ച് ഓൺ അല്ലെങ്കിൽ കോട്ട് ഓൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതിനാണ് ക്യാച്ച് ഓൺ, കോട്ട് ഓൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എന്താ പറയുക കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ക്യാച്ച് ഓൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെൻറ്റ് ഓർ ഹൗ ടു ഡു സംതിങ്. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക, വാട്ട് ഈസ് മെൻറ്റ്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഹൗ ടു ഡു സംതിങ്, ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പന്നിക്കുട്ടിക്ക് അത്യാവശ്യം വിശപ്പുണ്ട്. അപ്പോൾ വിശപ്പുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത് സക്ക് ചെയ്യാൻ ശ്രമിച്ചു, ഊമ്പി കുടിക്കാൻ ശ്രമിച്ചു. ആൻഡ് കോട്ട് ഓൺ ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുത്തു. ഓക്കെ, ദ സ്കൂൾ ബസ് ഹോങ്ഡ് ഫ്രം ദ റോഡ്. അപ്പോൾ അതിന് കൊടുക്കുന്ന നേരമൊക്കെ കഴിഞ്ഞു പോയിരുന്നു. സ്കൂൾ ബസ് എന്ത് ചെയ്തു? ഹോങ്ഡ് പറഞ്ഞാൽ പഴയ ബസ്സുകൾ ഹോൺ അടിക്കുന്ന ശബ്ദമാണ്. ഹോങ്ഡ് ഫ്രം ദ റോഡ്, റോഡിൽ നിന്നും സ്കൂൾ ബസ് ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടു, ഹോൺ അടിച്ചു. റൺ, ഓടിക്കടാ എന്ന് പറയും. കമാൻഡഡ് മിസ്സിസ് ആരബിൾ, മിസ്സിസ് ആരബിൾ അവരോട് കമാൻഡ് ചെയ്ത് പറഞ്ഞാൽ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ടേക്കിംഗ് ദ പിഗ് ഫ്രം ഫേൺ ആൻഡ് സ്ലിപ്പിംഗ് എ ഡോണറ്റ് ഇൻ ടു ഹെർ ഹാൻഡ്. പന്നിയെ അവളുടെ മടിയിൽ നിന്ന് എടുത്തു. ടേക്കിംഗ് ദ പിഗ്, ആ പന്നിയെ എടുത്തു. ഫ്രം ഫേണിൽ നിന്ന് എടുത്തു. ആൻഡ് സ്ലിപ്പിംഗ് എ ഡോണറ്റ് ഇൻ ടു ഹെർ ഹാൻഡ്. ഡോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട, നെയ്യപ്പം എന്നൊക്കെ പറയാം. ഡോണറ്റ് ഒരു വിഭവമാണ്, ആഹാര വിഭവമാണ്, അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ സ്ലിപ്പിംഗ് എ ഡോണറ്റ് ഇൻ ടു ഹെർ ഹാൻഡ്, അവളുടെ കയ്യിൽ ഡോണറ്റ്, ഒരു വട ഇട്ട് കൊടുത്തിട്ട് പന്നിക്കുട്ടി ഇങ്ങോട്ട് വാങ്ങിയിട്ട് പറഞ്ഞു, വേഗം ഓടിക്കോ, ബസ്സാണ് വന്നിട്ടുള്ളത്. അവരി ഗ്രാബ്ഡ് ഹിസ് ഗൺ ആൻഡ് അനദർ ഡോണറ്റ്. അവരി തോക്ക് കൊടുത്തിട്ടാണ് പോയതെന്നാണ് തോന്നുന്നത്. അവരി ഗ്രാബ്ഡ് ഹിസ് ഗൺ, അവരി അവൻ്റെ ഗണ്ണ് വേഗം എടുത്തു. ഗ്രാബ് പറഞ്ഞാൽ പിടിച്ചെടുത്തു. ആൻഡ് അനദർ ഡോണറ്റ്, ഒരു ഡോണറ്റും എടുത്തു, ഒരു വടയും എടുത്തിട്ട് അവന് ഓടി. The children ran out to the road and climbed into the bus. The children, കുട്ടികൾ, ran out to the road. Okay, ran out to the road എന്ന് പറഞ്ഞാൽ റോഡിലേക്ക് ഓടി.
ആൻഡ് ക്ലൈംബ്ഡ് ഇൻ ടു ദ ബസ്. ബസ്സിൽ ചാടിക്കയറി. ഓക്കെ, ക്ലൈംബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കയറി, ചാടിക്കയറി എന്നൊക്കെ പറയും. ഫേൺ ടുക്ക് നോ നോട്ടീസ് ഓഫ് ദ അതേഴ്സ്. ഫേൺ ടുക്ക് നോ നോട്ടീസ്. ഫേൺ ശ്രദ്ധിച്ചതേയില്ല. നോ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചതേയില്ല. ഓഫ് ദ അതേഴ്സ്, മറ്റുള്ളവരെ ശ്രദ്ധിച്ചതേയില്ല. ഇൻ ദ ബസ്. ബസ് ആൾ ബസ്സിൽ വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവരെയൊന്നും അവൾ ശ്രദ്ധിച്ചത് പോലുമില്ല എന്ന് പറഞ്ഞു. ഷീ ജസ്റ്റ് സാറ്റ് ആൻഡ് സ്റ്റേഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അവൾ വേഗം പോയി ഇരുന്നു. ഷീ ജസ്റ്റ് സാറ്റ്, അവൾ വേഗം അവിടെ ഇരുന്നു, വേറെ പണിയൊന്നുമില്ല, വേഗം ഇരുന്നു. ആൻഡ് സ്റ്റേഡ് ഔട്ട് ഓഫ് ദ വിൻഡോ, ജനാലയിലൂടെ പുറത്തേക്ക് തുറച്ചു നോക്കി, വീട്ടിലേക്ക് നോക്കി. തിങ്കിങ്, അവൾ ആലോചിക്കുകയായിരുന്നു. എന്ത്? വാട്ട് എ ബ്ലിസ്ഫുൾ വേൾഡ്. എത്ര എന്താ പറയുക, പരമാനന്ദമുള്ള മനോഹരമായ അനുഗ്രഹീതമായ ഒരു ലോകം. അവൾക്ക് ഭയങ്കര നിർവൃതി, ഒരു പന്നിക്കുട്ടിയെ സ്വന്തമായിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത്. പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ അല്ലേ. ബ്ലിസ്ഫുൾ വേൾഡ് ഇറ്റ് വാസ്. ഓക്കെ, വാട്ട് എ ബ്ലിസ്ഫുൾ വേൾഡ് ഇറ്റ് വാസ്. അവൾ ചിന്തിക്കുകയായിരുന്നത് എത്ര നിർവൃതികൾ അല്ലെങ്കിൽ മനോഹരമായ അനുഗ്രഹപൂർണമായ ഒരു ലോകമായിരുന്നു അത്. ഇറ്റ് വാസ്. ആൻഡ് ഹൗ ലക്കി ഷീ വാസ്. അവൾ എത്രത്തോളം ഭാഗ്യവതിയായിരുന്നു എന്നുള്ളതും. ആൻഡ് ഹൗ ലക്കി ഷീ വാസ്, അവൾ എത്രത്തോളം ഭാഗ്യവതിയായിരുന്നു എന്നുള്ളതും അവൾ ആലോചിക്കുകയായിരുന്നു. ടു ഹാവ്, എന്താണ് ആ ഭാഗ്യം? ടു ഹാവ് എൻറ്റയർ ചാർജ് ഓഫ് എ പിഗ്. ഒരു പന്നിയുടെ ഫുൾ ചാർജ് അവൾക്കാണ്. ഓക്കെ, എൻറ്റയർ ചാർജ് പറഞ്ഞാൽ അവളെ ആ പന്നിക്കുട്ടിയെ നോക്കി വളർത്തി വലുതാക്കേണ്ട ഫുൾ ചാർജ് അവളെ ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ അവൾ അതിൽ ഭയങ്കര ത്രില്ലഡ് ആയിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ അവൾ ആലോചിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വേഗം പോയി ബസ്സിൽ കയറിയിരുന്നു. വേറെ ആരെയും ഒന്നും ശ്രദ്ധിച്ചതില്ല. ജനാലയിലൂടെ വീടിൻ്റെ ഭാഗത്തേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബൈ ദ ടൈം ദ ബസ് ഹാസ് റീച്ച്ഡ് സ്കൂൾ. ബസ് സ്കൂൾ എത്തിച്ചേർന്ന സമയം. ബൈ ദ ടൈം, ആ സമയമായപ്പോഴേക്കും. ബൈ ദ ടൈം ഫേൺ ഹാഡ് നെയ്മഡ് ഹെർ പെറ്റ്. ഫേൺ അവളുടെ പെറ്റിനെ, വളർത്തുമൃഗത്തെ ഒരു പേരൊക്കെ ഇട്ട് കഴിഞ്ഞത്. ഹാഡ് നെയ്മഡ്, പേരിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കേട്ടോ അത് നോക്കാം. സെലക്ടിങ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ നെയിം ഷീ കുഡ് തിങ്ക് ഓഫ്. സെലക്ട് ചെയ്തുകൊണ്ട് എന്ത്? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ നെയിം, ഏറ്റവും മനോഹരമായ പേര്. ഷീ കുഡ് തിങ്ക് ഓഫ്, അവൾക്ക് ആലോചിക്കാൻ കഴിഞ്ഞതിൽ വെച്ച്. ഓക്കെ, അപ്പോൾ അവൾക്ക് മനസ്സിൽ കുറേ പേരുകൾ അവൾ ആലോചിച്ചു. അതിൽ അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേര് അവൾ സെലക്ട് ചെയ്തു. ഇറ്റ്സ് നെയിം ഈസ് വിൽബർ. അതിൻ്റെ പേര് വിൽബർ എന്നാണ്. ഓക്കെ, വിൽബർ എന്ന് അവൾ പേരിട്ടു. ഷീ വിസ്പേർഡ് ടു ഹെർസെൽഫ്. അവളോട് തന്നെ മന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം പറയുകയാണ്, സ്വന്തത്തോടുള്ള സംസാരമാണ്. അങ്ങനെ വിൽബർ എന്ന് പന്നിക്കുട്ടിക്ക് പേരിട്ടു. ഷീ വാസ് സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ദ പിഗ് വെൻ ദ ടീച്ചർ സെഡ്. ഷീ വാസ് സ്റ്റിൽ തിങ്കിങ്, അവൾ അപ്പോഴും ആലോചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എപ്പോൾ? എബൌട്ട് ദ പിഗ്, പിങ്കിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വെൻ ദ ടീച്ചർ സെഡ്, ടീച്ചർ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ചോദിച്ചപ്പോഴും. ടീച്ചർ എന്താ ചോദിച്ചത്? ഫേൺ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പെൻസിൽവാനിയ. ഫേൺ, പെൻസിൽവാനിയയുടെ ക്യാപിറ്റൽ ഏതാണ്, എന്താണ്, എവിടെയാണ് എന്ന് ടീച്ചർ ചോദിച്ചപ്പോഴും അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പന്നിക്കുട്ടിയെ കുറിച്ചാണ്. അവൾ ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് പറഞ്ഞത് വിൽബർ, പെൻസിൽവാനിയയുടെ ക്യാപിറ്റൽ വിൽബറാണ്. റിപ്ലൈഡ് ഫേൺ. ഫേൺ റിപ്ലൈ പറഞ്ഞു ഡ്രീമിലി. പറഞ്ഞാൽ അവളിങ്ങനെ സ്വപ്നം കണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക മൂഡിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് അങ്ങനെയാണ്, വിൽബർ എന്നാണ് പെൻസിൽവാനിയയുടെ ക്യാപിറ്റലായിട്ട് പറഞ്ഞത്. ദ പീപ്പിൾസ് ഗിഗിൾഡ്. വിദ്യാർത്ഥികൾ ഗിഗിൾഡ്. ഗിഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു, അമർത്തി ചിരിച്ചു എന്നൊക്കെയാണ് ഗിഗിൾഡ്. ഫേൺ ബ്ലഷ്ഡ്. ബ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പെൺകുട്ടികളുടെ കവളിങ്ങനെ ചുവന്ന് തുടുക്കുന്ന, അതാണ് ഫേൺ ബ്ലഷ്ഡ്. അപ്പോൾ അവളെല്ലാവരും ചിരിച്ചപ്പോൾ അവൾക്ക് വലിയ ലജ്ജ കുറവായി. ഫേൺ ബ്ലഷ്ഡ്, അവളിങ്ങനെ ബ്ലഷ് ചെയ്തു, അല്ലെങ്കിൽ ചുവന്ന് തുടുത്തു, അവളുടെ മുഖം ചുവന്ന് തുടുത്തു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് നമ്മളങ്ങനെ ബ്രേക്ക് ചെയ്ത് ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ബ്രേക്ക് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ് ഒരു തുടക്കക്കാരുടെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള സംഗതി. പിന്നെ നമ്മൾ വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് മിക്കവാറും വായിക്കുക. പിന്നെ അത്രയും ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന ചില ആളുകളുണ്ടാവും, വളരെ ഫാസ്റ്റായിട്ട് വായിച്ചുകൊണ്ടേ പോകും. മലയാളം വായിക്കുന്ന പോലെ ഇംഗ്ലീഷ് വായിക്കും. അപ്പോൾ ഈ മലയാളം വായിക്കുന്നത് പോലെ ഇംഗ്ലീഷ് വായിക്കണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഗതി തന്നെയാണ്, നമുക്ക് ആ ഇംഗ്ലീഷ് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മുടെ ബ്രെയിനിൽ കിട്ടണം, അല്ലേ? നമ്മൾ ഏതൊരു ഭാഷയും നമ്മൾ ആദ്യം, ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കണം, പിന്നെ അതിൻ്റെ വേർഡുകളുടെ അർത്ഥമൊക്കെ നമ്മുടെ ബ്രെയിന് വെച്ച് നമ്മൾ കണ്ടെത്തി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴും സമയമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സംസാരത്തിലൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു പേജ്, ഇപ്പോൾ ഈ പേജ് എന്ത് ചെയ്യാം, മുഴുവനായിട്ട് നിങ്ങൾ അർത്ഥം വെച്ച് വായിച്ചു. ഇപ്പോൾ ഞാൻ വായിച്ചു തന്ന പോലെ നിങ്ങൾ വായിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി. വീണ്ടും അതേ പേജ് തന്നെ വായിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ അർത്ഥം നമുക്കറിയാം. ഓക്കെ, നേരത്തെ നമുക്ക് അർത്ഥം അറിയാം. നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അത്ര സമയം നമുക്ക് എടുക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ ആ റൂട്ട് പോയതൊക്കെ നമുക്കറിയാം. ഇന്ന വേർഡൊക്കെ ഇന്നതാണ് അർത്ഥം വന്നതൊക്കെ നമുക്കറിയാം. രണ്ടാമത് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് വീണ്ടും വായിക്കണം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്പീഡിൽ അർത്ഥം നോക്കാതെ തന്നെ ഏകദേശമൊക്കെ വായിക്കാൻ പറ്റും. ഒരു 5 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് ഒരേ പേജിനെ വായിക്കും. 5ാമത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ അർത്ഥം ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. നമുക്ക് അത് വേഗം മനസ്സിലാവും. A minute later, Fern was seated on the floor in the corner of the kitchen with her infant between her knees, teaching it to suck from the bottle. അപ്പോൾ തന്നെ നമുക്ക് അതിന് അർത്ഥങ്ങൾ നമ്മുടെ ബ്രെയിനിൽ വരും. അതിനോട് കൂടെ തന്നെ ആ വേർഡ്സും അതിൻ്റെ പ്രയോഗങ്ങളും വാക്കുകളൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് നമുക്കങ്ങനെ അത്രയും സുഗമമായിട്ട് വരണമെങ്കിൽ നിങ്ങൾ തുടക്കക്കാർ, ഓക്കെ, തുടക്കത്തിലുള്ള ആളുകൾ ഒരേ പേജ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് അതിന് അർത്ഥം, ഓരോ വാക്കിൻ്റെയും അർത്ഥം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അത് നമ്മുടെ മനസ്സിൽ പതിയുന്ന വിധം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അത് നല്ലൊരു എക്സസൈസാണ്, വളരെ നല്ലൊരു എക്സസൈസാണ്. പിന്നെ ഇതിൽ കുറച്ചും കൂടി കടന്ന ഒരു കയ്യേ എനിക്ക് പറയാൻ കഴിയും. അഥവാ ലാംഗ്വേജ് നമ്മൾ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ, പെട്ടെന്ന് വരണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ നിനക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ എന്ന് പറയാൻ നമുക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അത് വല്ലാണ്ട് എന്താ പറയുക, നേരത്തെ കയറിയിരിക്കണം, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കയറിയിരിക്കണം. അപ്പോൾ അതിന് നല്ലൊരു മാർഗ്ഗം എന്താ വെച്ചാൽ മനഃപ്പാഠം പഠിക്കുക എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ മനഃപ്പാഠം പഠിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അല്ലെങ്കിൽ മനഃപ്പാഠം പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ വീണ്ടും നമ്മൾ അതേ പരിശ്രമം ചെയ്യുമ്പോൾ നമുക്കത് വളരെ എളുപ്പമായിട്ട് മാറും. ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, എല്ലാവർക്കും കഴിയണമെന്നില്ല. ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ ഒരു കഥയുണ്ടല്ലോ, ബിഫോർ ഷാർലറ്റ്സ് വെബ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിലെ ഈ കഥ, ഇതിലുള്ള ഈ ടെക്സ്റ്റ് ഇങ്ങനെ കാണാതെ പാഠം പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ചെറിയ കുട്ടികൾ മോണോ ആക്റ്റും മറ്റൊക്കെ കളിക്കാറുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ ചില കുട്ടികളൊക്കെ സ്കൂളിൽ ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ ഒരു വലിയ പോർഷൻ തന്നെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ മേശയുടെ മുന്നിൽ വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ച് കാണിക്കുക. ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ കട എന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം പോലെ അങ്ങനെ പറയും. കംപ്ലീറ്റ് ആ ടെക്സ്റ്റ് അങ്ങനെ കാണാതെ പഠിച്ചിട്ട് അവർ ഒരു എന്താ പറയുക, കഥാപ്രസംഗം മോഡൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ എന്ത് ചെയ്യാം, ഇത് കാണാതെ പഠിക്കുമ്പോൾ ഇസ് പാപ്പ ഗോയിങ് വിത്ത് ദാറ്റ് ആക്സ്, അത് നിങ്ങളിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ ഈ ഒരു പ്രയോഗവും അതിൻ്റെ ഭാഷാ ശൈലിയും പിന്നീട് നമുക്ക് ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെ വേർഡ്സ്, വേറെ സെൻറ്റൻസുകളായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല, പലർക്കും പല തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭ്രാന്തൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോ ടു സംതിങ് യൂസ്ഫുൾ. കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.